മെസ്സിയുടെ പെനൽറ്റി റോക്കറ്റിന്റെ വേഗത്തിൽ ഉയർന്നു പൊന്തി. നിങ്ങളിവിടെ ചൂണ്ടലിട്ടൊക്കെ നിന്നില്ല. നിങ്ങളെ പ്രായത്തിലൊക്കെ യമാൽ സ്പെയിനിന് വേണ്ടി കളി തുടങ്ങി. ആ ഇങ്ങളെ തന്നെയാണ് എനിക്ക് കിട്ടേണ്ടത്. അല്ല കുഞ്ഞാണി, എന്താ പന്തലാ മെസ്സി വിട്ട റോക്കറ്റ്? എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ജയിച്ചില്ലേ, അതിന് വലുതെന്നല്ല ഒരു പെനാൽറ്റി. ഞങ്ങളൊരു മെസ്സിനെ മാത്രം ആശ്രയിച്ച് കളിക്കുന്ന ടീമൊന്നുമല്ല, ഞങ്ങൾ 11 ആൾക്കാരും കളിക്കാരാണ്. മെസ്സി ക്രിസ്ത്യാനിയും നെയ്മറൊന്നും പെനാൽറ്റി പുറത്ത് കളിക്കണില്ലേ? അപ്പൊ നമ്മളെ നെഞ്ഞത്ത് കഞ്ഞി. സെമീറെ, ഈ വലിയ വലിയ കളിക്കാരൊക്കെ ഈ പെനൽറ്റി ഇത് ചന്ദ്രൽക്ക് മിസൈൽ വിടുന്ന മാതിരി വിട്ടു. അതിനൊക്കെ കാരണമുണ്ട് ബാപ്പുട്ടി. എന്ത് കാരണം? അതൊക്കെ ഉണ്ട്. മെസ്സി കളിച്ചനോടെ ഞാൻ അമേരിക്കന്റെ ക്ലബില്, ക്രിസ്ത്യാനോ കളിച്ചനോടെ സൗദിയില്. നമ്മളെ വിച്ചാർ റൂമിന്റെ അടുത്തല്ലോ നിക്കണേ, നമ്മളെ ഗഫീലൊക്കെ അവിടെ അല്ലേ? അതന്നെ കാരണം. ഏറ്റവും കൂടുതൽ സ്റ്റാമിന സേവർ വിൽക്കണതോടെ സൗദിയിൽ. അതിന്റെ പരസ്യം വരുന്നതോടുന്ന സൗദിയിൽ. അവിടെയുള്ള ആൾക്കാരാണല്ലോ ഇത് വിൽക്കണത്. നമ്മളെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇത് കണ്ടാണ്ട് ചിലപ്പോൾ കുറച്ച് സ്റ്റാമിനക്കും വേണ്ടി ഇത് വാങ്ങി കുടിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരു ഇതാണല്ലോ ഇതിന്റെ സിസ്റ്റം. അതിന്റെ പവറാണ് ആ കാണുന്നത്. സെമീർ റേജി പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മയായി. ഈ റൊണാൾഡോ മെസ്സി തിക് ഫ്രണ്ട്സ് ആണല്ലോ. കുറച്ച് സ്റ്റാമിന സേവർ മെസ്സിക്കും കൊടുത്തിട്ടുണ്ടാവും. ഏതായാലും ഇപ്പൊ നമ്മളെ പെനാൽറ്റി പോസ്റ്റുമ്പൊക്കെ തട്ടിപ്പോയി, അതിൻ്റെത് റോക്കറ്റ് ആയി പോയി. ഞാൻ എൻ്റെ എംബാപ്പൻ്റെ ഉണ്ട്, അതിപ്പോ ഞാൻ എന്താ ആകുകയെന്നാവോ. ഏതായാലും ഈ അടുത്ത ലോകകപ്പ് വരുന്നതിന് മുന്നേ ഈ സ്റ്റാമിന സേവർ നിന്നില്ലെങ്കിലേ റോക്കറ്റ് അല്ല മിസൈൽ ഇതിലും വലുത് കാണേണ്ടി വരും.